Hey friends, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രോപ്പ് ടോപ്പ് ആണ്. ബാക്കിൽ സിബ് വരുന്ന പാറ്റേൺ ആണ്. അതുപോലെ നെറ്റ് ഫാബ്രിക്കും ലൈനിങ് ആയിട്ട് സാറ്റിനും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏജ് വരുന്നത് 5 to 7 ഇയേഴ്സ് വരെ ഈ ഒരു അളവിൽ നമുക്ക് തയ്ക്കാം. പഫ് സ്ലീവും ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പട്ടുപാവാട ബ്ലൗസിനും ലെഹങ്കയ്ക്കും ഒക്കെ നമുക്ക് ഷോർട്ട് ടോപ്പായിട്ട് ഇതുപോലെ ഈ ഒരു ടോപ്പ് തയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കും അതിന് ലൈനിങ് ആയിട്ട് ഞാൻ സാറ്റിൻ ഫാബ്രിക്കാണ് യൂസ് ചെയ്യണത്. അതും 1/2 മീറ്റർ തന്നെ എടുക്കാം. ഇനി ഈ തുണിനെ നമുക്കിതുപോലെ 4 ആക്കി മടക്കാം. ഇവിടെ ഒരു ഫോൾഡ് ചെയ്ത ഭാഗവും ഇതുപോലെ 2 ലെയറും ഉണ്ടാവും. അപ്പോൾ സാറ്റിൻ തുണിയിലാണ് ആദ്യം നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്കതിന് ലെങ്ത്ത് വേണം. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് 13.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ അയക്കാനും 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 15 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ടോപ്പിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വരണേ പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിൽ നമ്മൾ സിബാണ് ഞാൻ വെക്കണത്. ഇനി ഈ ഫാബ്രിക്കിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് ഒന്നും വെക്കേണ്ട. ഇത് നമ്മൾ ലൈനിങ് ആയിട്ട് വെക്കുന്നത്. ഇനി ഈ മടങ്ങിയൊരു ഭാഗമുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിൻ്റെ തുണിയിൽ നിന്ന് ഒരു 1 ഇഞ്ച് നീക്കിയിട്ടാണ് ഫ്രണ്ടിൻ്റെ ആ തുണി വയ്ക്കുന്നത്. കാരണം നമ്മൾ സിബ് തയ്ക്കണതുകൊണ്ടാണ്. ബാക്ക് സൈഡിൽ സിബ്ബാണല്ലോ വയ്ക്കണം. അപ്പോൾ 1 ഇഞ്ച് ഞാൻ ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് ഫ്രണ്ട് പീസ് വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ വീതി ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ബോട്ട് നെക്കാണ് കേട്ടോ ഞാൻ നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ചിൽ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്താണ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മളവിടെ തയ്ക്കാൻ കൊടുക്കും. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ചായിരിക്കും ഷോൾഡർ കിട്ടുന്നത്. ബാക്കി 1/2 ഇഞ്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഇത് ബോട്ട് നെക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നെക്ക് കൊടുക്കണമെങ്കിൽ നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് കൊടുക്കാം. ഇത് ലെങ്ത്തും 2.5 ഇഞ്ച് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു യു ഷേപ്പിൽ ഞാൻ ബോട്ട് നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി കൈക്കുഴി വരയ്ക്കാം. ഇതുപോലെ ടേപ്പ് വയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം. കൈക്കുഴിക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യണത്. റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 4/1 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് താഴത്തെ മൊത്തം ലെങ്ത്ത് നമ്മൾ 15 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴത്തെ ആ വീതി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 6 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്കതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കിൽ സിബ് വയ്ക്കണതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 1 ഇഞ്ച് മാറ്റിയിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗം വയ്ക്കുന്നത്. ഇനി തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. നെക്കിൻ്റെ ഭാഗം എത്തുമ്പോൾ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കിൽ നെക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്ക് പീസ് എടുക്കുക. ഇനി ഇവിടെ എത്രയാണ് ലെങ്ത്ത് നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യാണ്. ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തിയ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. സിബ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് നേരെ 2-3 ഇഞ്ചിലേക്ക് അത് മാറും. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ തുണി നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതുപോലെ 10.5 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് 15 ഇഞ്ചിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്
ഈ സാറ്റിൻ ഭാഗം വയ്ക്കുകയാണ്. അതിൻ്റെ നല്ല വശം നെറ്റിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ആ നെക്കിൻ്റെ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ അത്. എന്നിട്ട് സിബിന് തയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ നടുക്കിന്ന് ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിലും ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് നെക്കും സ്ലീവിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴ്ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനത് ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ കൈക്കുഴീൻ്റെ എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് നമുക്ക് ഈ തുണീനെ നല്ല വശത്തേക്ക് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. താഴ്ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും. ഇവിടെ സിബിൻ്റെ ഇവിടെയായിട്ട് നടുക്കിൽ ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കാണ് സ്ട്രെയിറ്റ് ആയിട്ട്. ഈ സിബ് വെക്കണേൻ്റെ ആ മിഡിൽ പോർഷനാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. തുണി 2 സൈഡ് നമ്മൾ തയ്ച്ചതുകൊണ്ട് ഇവിടുന്ന് അത് വിട്ടുപോരില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇതുപോലെ നമുക്ക് തുണീനെ നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇവിടെയും താഴ്ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് ഭാഗം മാത്രമാണ് ഞാൻ ഓപ്പണിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെ നമുക്ക് സിബ് വെക്കണേന്ന് നോക്കാം. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി സിമ്പിളാണ് നമുക്ക് ഈ ഒരു സിബ് ഫിക്സ് ചെയ്യാൻ. ജസ്റ്റ് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ സിബിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഈ ഒരു ഭാഗത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തുണീൻ്റെ നല്ല വശത്ത് വേണം കേട്ടോ നമ്മൾ സിബ് ഇതുപോലെ വയ്ക്കേണ്ടത്. ഇവിടെ സിബ് തയ്ക്കാൻ ഞാൻ ഇതുപോലത്തെ സ്കൂട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ സ്കൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് ഈ സിബിൻ്റെ അരികത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു സൈഡ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ മറിച്ചിടാം. മറ്റേ സിബിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഈ ഒരു ക്ലോത്തിൽ ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് വയ്ക്കേണ്ടത്, തെറ്റിപ്പോകരുത്. ഇതിൻ്റെ അതായത് തുണീൻ്റെ നല്ല വശത്താണ് ഞാൻ സിബിൻ്റെ നല്ല ഭാഗം വയ്ക്കണത് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എന്നിട്ട് അരികത്തൂടെ നമ്മൾ അടിച്ചു പോവുകയാണ്. ഇപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്ക്കണമെങ്കിൽ ആ സിബ് ഒട്ടും കാണാത്ത രീതിയിൽ നമുക്ക് ഇൻവിസിബിൾ സിബ് നമ്മൾ തയ്ക്കാറുണ്ടല്ലോ അതുപോലെയായിട്ട് വരും. ഇനി ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, ഇനി അവിടെ ഇതുപോലെ ഇരിക്കുന്ന വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണീനെ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് തയ്ക്കാം. അതുപോലെ ഒപ്പം ഇതുപോലെ അറ്റത്ത് പിടിച്ചിട്ട് തയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഇതുപോലെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സിബ് വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് ഫിക്സ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ വേറൊരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിബ് ഡയറക്റ്റ് അടിയിൽ വെച്ചിട്ട് നമ്മൾ സാധാ തയ്ക്കുന്ന പോലെ നമുക്ക് തയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇനി ബാക്ക് സൈഡിൻ്റെയും ടോപ്പിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ആ ഭാഗം ഈ തുണി കൂടെ എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്.
അതുപോലെ തുണീനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഞാൻ നല്ല നീറ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ തുണിയൊന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സ്ലീവ് വയ്ക്കണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ സ്ലീവ് വയ്ക്കാം. ഇല്ല സ്ലീവ് വേണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി വരുന്നത് 7 ഇഞ്ചാണ്. ടോട്ടൽ 14 ഇഞ്ചാണ്. അപ്പോൾ ഇനി ഞാൻ സ്ലീവ് തയ്ക്കാനുള്ള ക്ലോത്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെറ്റ് ഫാബ്രിക് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ചും വീതി എടുക്കുന്നത് 4.5 ഇഞ്ചുമാണ്. അപ്പോൾ 7 ഇഞ്ചാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. പ്ലസ് ഒരു 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ ചുരുക്ക് കൊടുക്കുന്നുണ്ട് സ്ലീവിന്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മടങ്ങിയ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ട അളവ്. അപ്പോൾ ഈ ടോട്ടൽ 4 ഇഞ്ചാണ് ചുരുക്കിടാൻ വരിക. പഫ് സ്ലീവ് ഞാൻ വെക്കണത്, അതുകൊണ്ട് ഒരു 2 ഇഞ്ച് നിങ്ങൾ എടുത്താൽ മതിയോ. ഇനി ഇവിടെ താഴെ നമ്മൾ മടക്കി തയ്ക്കാൻ പോവും. ഒരു 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ എടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മുകളിൽ നിന്ന് ഇതുപോലൊരു ഷേപ്പിൽ കൊടുക്കുകയാണ്. ഇനി ഈ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഒറ്റ സ്ലീവിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു സ്ലീവ് നിങ്ങൾ ചെയ്യുക. ഇനി ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിനോട് ഒരു കട്ടിങ് കൊടുക്കുക. അത് നമുക്ക് ചുരുക്കിടാൻ എവിടെ വരെ ചുരുക്കിടണം എന്നുള്ള ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് മുകളിലും താഴെയും നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇനി സ്ലീവ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ലൈനിങ് എടുക്കുന്നുണ്ട്. അതിന് ഇവിടെ സാറ്റിൻ ഫാബ്രിക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ 7 ഇഞ്ച് വീതി എടുത്താൽ മതി. കാരണം അതിൻ്റെ കൈക്കുഴി ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പഫ് കൊടുക്കണില്ല. 7 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. മുമ്പ് മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇതിൽ വിടുന്നില്ല. ഇവിടുന്ന് 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ലെങ്ത്ത്, പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ്. അങ്ങനെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക, 3.5 ഇഞ്ച്. എന്നിട്ട് ആ പോയിന്റിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ 3 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. താഴെ 1/2 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ എടുക്കേണ്ടത്, മുകളിൽ തയ്യൽ തുമ്പ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാം. നെറ്റ് സ്ലീവിൽ നമ്മൾ പഫ് കൊടുക്കണോണ്ട് ഇതിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കറക്റ്റ് അളവിൽ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ആ ചുരുക്കിടാനുള്ള ഭാഗം തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ 2 ഇഞ്ചിൻ്റെ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ചുരുക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് 2 സൈഡ്. എന്നിട്ട് ഇതുപോലെ നൂല് വലിക്കാം. അപ്പോൾ നമുക്ക് ആ 4 ഇഞ്ചിൽ ചെറിയ ചുരുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സാറ്റിൻ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുണി വയ്ക്കുമ്പോൾ അതിന് റോങ് സൈഡിൽ വേണം തുണി വയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ ആ സാറ്റിൻ്റെ മിനുസുള്ള ഭാഗം നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണണം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഫാബ്രിക് വയ്ക്കേണ്ടത്. കണ്ടിതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് താഴ്ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മുകളിലത്തെ ഭാഗം ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും രണ്ടും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ മിഡിൽ പാർട്ടിൽ ഇതുപോലെ സ്ലീവ് വെച്ചിട്ടൊന്ന് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ 2 സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കാം. എന്നിട്ട് കൈയിൻ്റെ അവിടുത്തെ വണ്ണം എത്ര വരേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ചെസ്റ്റിൻ്റെയും താഴത്തെ വേസ്റ്റിൻ്റെയും അളവ് എത്ര വരണേന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ജോയിൻ ചെയ്യാം.
ഇപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഫ് സ്ലീവിൽ വരുന്ന ക്രോപ്പ് ടോപ്പാണ്. നമുക്കിത് പട്ടുപാവാട ബ്ലൗസിനോ അല്ലെങ്കിൽ ലെഹങ്കയ്ക്കൊക്കെ നമുക്ക് ഇടാം ഈ ഒരു ക്രോപ്പ് ടോപ്പ്. പിന്നെ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ ലൈനിങ് ആയിട്ട് സാറ്റിൻ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ബ്രൊക്കേഡ് ഫാബ്രിക്കിലും ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.